എല്ലാവർക്കും ക്രേസി ഷെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ അച്ചായൻ സ്റ്റൈലിൽ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അതിനുവേണ്ടായ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. 3/4 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, കടുക് ആവശ്യത്തിന്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബീഫ് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 വറ്റൽമുളക്, 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറിയ സ്ലൈസുകളാക്കിയ ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില, 5-8 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/2 തേങ്ങയുടെ പാല്, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അച്ചായൻ സ്റ്റൈലിൽ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ബീഫ് കറി ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. ബീഫ് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഉപ്പ്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ബീഫ് മസാല, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം പൊടിച്ചത്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്യണം. ബീഫ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. ബീഫ് നമുക്ക് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഒരല്പം വെള്ളം ഒഴിച്ച് ഞാൻ മാരിനേറ്റ് ചെയ്ത ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. കുക്കറെല്ലാം അടച്ച് നമുക്കൊരു 4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 4 വിസിൽ പോയി കഴിഞ്ഞു. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അതിൻ്റെ പ്രഷർ പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബീഫ് നമുക്കിനത് കറിയാക്കി മാറ്റണം. അച്ചായൻ സ്പെഷ്യൽ ബീഫ് കറിയാക്കിയിട്ട് മാറ്റണം. പാത്രം അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുതായി കട്ട് വെച്ച ചെറിയ ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്നു വന്നു. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെയിറ്റ് ചെയ്യേണ്ട, നമുക്കൊരു ചെറിയ തിള വന്നാൽ മതി. ബീഫ് കറിക്ക് തിള വന്നു തുടങ്ങി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അച്ചായൻ സ്പെഷ്യൽ ബീഫ് കറി ഇവിടെ റെഡിയാണ്. തേങ്ങാപ്പാലെല്ലാം ചേർത്ത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബീഫ് കറി. നിങ്ങളും ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. വ്യത്യസ്തമായ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും നന്ദി.